ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഹൈറിച്ച്, എൻ്റെ കുടുംബം അനുഭവിച്ചറിഞ്ഞതാണ് ഹൈറിച്ച്. അപ്പം എൻ്റെ നാട്ടുകാർ കണ്ടതാണ് എൻ്റെ വളർച്ച ഹൈറിച്ചിലൂടെ. ഹൈറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വികാരമാണ്. ഞാൻ എൻ്റെ കൈക്ക് വരെ പച്ച കുത്തിയത് ഹൈറിച്ചാണ്, എൻ്റെ വീടിന് ഹൈറിച്ചാണ്. അടുത്ത എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് തുറന്നു പറയാം. എം ഡിയും വൈഫ് അവരൊക്കെ ഫോട്ടോ എൻ്റെ കൈക്ക് എവിടെയെങ്കിലും ഒന്ന് എനിക്ക് പതിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പലരും പ്രാന്തമെന്നൊക്കെ ചോദിച്ചായിരുന്നു. പ്രാന്തായിരിക്കും. ഇപ്പം പിന്നെ ഇത് ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ ഏതോ ഒരു വ്യക്തി അത് തുറന്നു പറഞ്ഞായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ, അല്ലേ? അദ്ദേഹത്തെ പ്രാന്താന്ന് പറഞ്ഞിട്ടാണ് മൈൻഡാക്കാതെ. അതേപോലെ ചിലവരെ പ്രാന്ത് എന്നല്ല പറയും, അത് ആ കാഴ്ചക്കാരെ ഇത്. പക്ഷെ നമ്മുടെ വികാരമാണ് ഹൈറിച്ച്. ആ ഒരു വികാരം ആ ഹൈറിച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 10 രൂപ വാങ്ങിയ ഏതൊരു വ്യക്തിക്കും ഇന്ന് നമുക്ക് തന്നിട്ടില്ലാന്നോ, നമ്മളെ എം ഡി നമ്മളെ ചതിച്ചു എന്നോ, നമ്മൾ ശ്രീനാ മേഡം നമ്മളെ ചതിച്ചു എന്നോ ഒരിക്കലും മനസാക്ഷി തൊട്ട് പറയാൻ പറ്റൂല നമുക്ക്. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്താൻ എത്ര പ്രയത്നം വേണമെന്നുള്ളത് ഈ തകർച്ചാൻ നിൽക്കുന്നവരൊന്ന് ആലോചിച്ച് നന്നായിരുന്നു. ഓരോരുത്തരുടെയും വികാരം ഓരോ തരത്തിലായിരിക്കാം. ഹൈറിച്ചിനെ നെഞ്ചോട് ചേർക്കുക മാത്രമല്ല, ശരീരത്തിൽ ഹൈറിച്ച് എന്ന് പച്ചുകുത്തുകയും ചെയ്ത കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള രജിമ മേഡം പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം. എൻ്റെ പേര് രജിമ, ഞാൻ കാസർഗോഡ് ജില്ല ചെറുവത്തൂരാണ് എൻ്റെ വീട്. ഞാൻ ഹൈറിച്ച് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു നാടൻപാട്ട് പാടാനും അങ്ങനെ കുറേ വേദികളിൽ, അതായത് നാടൻപാട്ട് പഠിപ്പിച്ചതിന് നാടൻപാട്ടിന് പാടാൻ പോയിട്ട് അങ്ങനെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നമ്മുടെ ജീവിതം മാർഗം മുന്നോട്ട് കൊണ്ടുപോയാലാണ്. അപ്പം അങ്ങനെ ഒരുപാട് നെറ്റ്വർക്ക് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് പല നെറ്റ്വർക്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം നമുക്കൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കിയെടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിരുന്നില്ല നമുക്ക്. നമ്മുടെ കൈകളിലില്ലത് നമ്മൾ അതിലേക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മുടെ ലൈഫിൽ വീണ്ടും വീണ്ടും ബാധ്യതകൾ ഉണ്ടാക്കാനേ ഉള്ളൂ ഓരോരോ ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീടെടുത്ത സമയത്തിന് കുറച്ച് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ കടം തീർക്കണമെങ്കിൽ യാതൊരു രക്ഷയുമില്ല. ആ സമയത്ത് ഞാനൊരു മീൻ കച്ചവടം ചെയ്തിരുന്നു. നമ്മുടെ കോവില് കുളത്തിൻ്റെ സമീപത്തായിട്ട് ഞാൻ മടക്കരയിൽ നിന്ന് മീനെടുത്തിട്ട് രാവിലെ ഒരു 7 മണി അങ്ങനെ പോയിട്ട് മീനെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് മീൻ വിൽപ്പന തുടങ്ങി. എൻ്റെ ഒരു പ്രായത്തിൽ ഒരു പക്ഷേ ഇവിടെ എല്ലാം എൻ്റെ ഈ ഒരു പ്രായത്തിൽ മീൻ കച്ചവടം ചെയ്തൊരു വ്യക്തി ഞാനായിരിക്കും എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ അതിനൊരു കുറവായിട്ട് പറയുന്നല്ല. ഏതൊരു തൊഴിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനം നമ്മളെ കൈകളിലേക്ക് എത്തണം. അങ്ങനെ ആ ഒരു കച്ചവടം ചെയ്തപ്പോഴും എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു വരുമാനമില്ല എൻ്റെ കൈകളിൽ. വെറുതെ ഒരു വരുമാനം ചെറുതായിട്ട് ചെയ്യാമെന്നുള്ളൊരു ഇതിൽ അങ്ങനെ ഒരു മീൻ കച്ചവടം തുടങ്ങി. അങ്ങനെ വീടിൻ്റെ കടം ഒരു കേസിലേക്ക് വരെ എത്തിയിട്ടുണ്ടായ സമയത്താണ് മീൻ കച്ചവടം തുടങ്ങുന്നത്. ആ സമയത്ത് ആ കേസ് എന്ന് പറയുന്നത് ഒരു തമിഴൻ്റെ കൈകളിൽ നമ്മുടെ വീട് സ്ഥലം അവരെ കൈമെന്ന് കടം തീർക്കാൻ വാങ്ങിയ സമയത്ത് അദ്ദേഹം നമ്മളെ സഹായിച്ചതാണ്. പക്ഷെ അദ്ദേഹം നമ്മുടെ രേഖയും ഇതെല്ലാം അയാളെ പേരിലേക്ക് ആക്കുക എന്നുണ്ടായിനെ. ആ ഒരു മാനസികമായ വിഷമം, ആ ഒരു കടം തീർക്കാൻ അയാൾ ഇൻട്രസ്റ്റ് 2.5 ലക്ഷം മേടിച്ചെങ്കിൽ 5 ലക്ഷം ചോദിക്കുന്നു. ആ സമയത്താണ് ഞാൻ ഈ കടം തീർക്കാണ്ടായിരുന്ന മീൻ കച്ചവടം തുടങ്ങുന്നത്. ആ മീൻ കച്ചവടം തുടങ്ങുന്ന സമയത്ത് വക്കീൽ എന്നെ വിളിക്കുകയും അദ്ദേഹം 8 ലക്ഷം ചോദിക്കല്ലേ. 8 ലക്ഷം ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു 10 രൂപ കൊടുക്കാനില്ല. അങ്ങനെയാണ് ഈ ഹൈറിച്ച് എന്ന് പറയുന്ന 2019 ആ ഒരു വർഷം എൻ്റെ മനസ്സിൽ വിജയിക്കണം എന്നില്ല ഒരിതുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ 10,000 രൂപ കൊടുത്തിട്ട് ഒരു ജോയിൻ ചെയ്തു. ഞാൻ അവിടുന്ന് തുടങ്ങി. മനസ്സിലൊരു വിശ്വാസം, ഈ ഒരു ബിസിനസ്സിന് ജയിക്കുന്നില്ലൊരു വിശ്വാസമായിരുന്നു. അങ്ങനെ ഹൈറിച്ച് ഞാൻ ഏറ്റെടുത്തു. ഹൈറിച്ചിലൂടെ ഞാൻ ഈ വീട് എനിക്ക് 8 ലക്ഷം പറഞ്ഞ ആ തമിഴന് അദ്ദേഹം വക്കീലെല്ലാം സംസാരിച്ചിട്ട് 5 ലക്ഷം എനിക്ക് കൊടുക്കാമെന്ന് ഏൽക്കുമ്പോഴും എൻ്റെ കയ്യിലൊരു 5 രൂപ ഉണ്ടായിട്ടാണ്. പക്ഷെ അന്ന് എന്നെ കൊടുക്കാമെന്നുള്ളൊരു തലയാട്ടിച്ചത് ദൈവമാണെന്ന് തോന്നുന്നത് ഞാനിപ്പോൾ വിശ്വസിക്കും. കാരണം നിൻ്റെ കൈകളിൽ ഒരു സംഭവം വരുന്നുണ്ട്, നിനക്ക് ആ കടം തീർക്കാൻ പറ്റും, നീ ധൈര്യമായിട്ട് തലയാട്ടിക്കോ, എന്നെക്കൊണ്ട് ദൈവമാണെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. കാരണം അന്ന് ആ തമിഴന് ഞാൻ 5 ലക്ഷം കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ 10 രൂപ ഉണ്ടായിട്ടാണ്. പക്ഷേ ഇന്ന് ഞാൻ 5 ലക്ഷം കടം തീർക്കുകയും എൻ്റെ ഈ കാണുന്ന വീട് ഞാൻ തിരിച്ചു പിടിക്കുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് ഹൈറിച്ച് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം ഞാൻ ഏറ്റെടുത്തു. ഇന്ന് ഞാൻ എന്തുവന്നാലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഹൈറിച്ചിലൂടെയാണ്. കാരണം എൻ്റെ ഈ വടക്കേൾഫ് തെക്കേൾഫ് എന്ന് പറയുന്ന എല്ലാ വീട്ടിലും ഗവൺമെൻറ് ജോലിക്കാരാണ്. നമ്മുടെ ചെറിയ പ്രായം തൊട്ട് നമ്മളെ അറിവിലാണ് നമ്മൾ കഷ്ടപ്പാട് മനസ്സിലാക്കൽ, നമ്മളെ വീട്ടിലെ കഷ്ടപ്പാടെല്ലാം.
അങ്ങനെ നമ്മൾ പല ബന്ധുക്കളെ എല്ലാവരുടെയും നമ്മൾ ഒരു സാധാരണ കുടുംബം സാധാരണയായിട്ട് കൂലിപ്പണിയിലെടുത്തിട്ട് ജീവിക്കുമ്പോഴും പലരുടെയും അതറിയാലോ, ഒരു സാമ്പത്തിക ബാധ്യത വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാധ്യത അങ്ങനെ വന്നു അതങ്ങനെ പരിഹരിക്കാൻ ആരും പറഞ്ഞു തരില്ല. പക്ഷെ പുച്ഛൻ മാത്രം നേരിട്ട് വളരേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിന്. അത് നമ്മളിങ്ങനെ പറയുന്നല്ലോ, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും. പക്ഷെ ഈ ഒരു എല്ലാവരും അവരുടെ സുഖ സൗകര്യത്തോടെ ജീവിക്കുമ്പോഴും എൻ്റെ വീട്ടിലുള്ളവർക്കും അതേ സുഖ സൗകര്യത്തോടു കൂടി ജീവിക്കാനും അവർക്ക് ആഗ്രഹമുള്ളത് നേടിക്കൊടുക്കാനും എൻ്റെ ആഗ്രഹത്തിനൊത്തോടെ സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് അനുഭവിച്ചറിഞ്ഞത് ഹൈറിച്ചിൽ